നമസ്കാരം. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. നിങ്ങൾ 100 രൂപ മുതൽ ആയിരങ്ങളുടെയും ലക്ഷങ്ങളുടെയും മുദ്രപത്രത്തിനായി അന്വേഷിച്ചോടി നടന്ന് ഒരിക്കലെങ്കിലും ബുദ്ധിമുട്ടിയിട്ടുണ്ടാവില്ലേ? പലരുടെ ഉത്തരം ഉവ്വ് എന്നായിരിക്കും. കാരണം എന്തെങ്കിലും ഒരു ആവശ്യത്തിനായി ഒരു മുദ്രപത്രം തപ്പി നടക്കുമ്പോൾ പ്രത്യേകിച്ച് കുറഞ്ഞ വിലയുടെ 100 രൂപ, 50 രൂപ, 200 രൂപ പത്രങ്ങൾ പലപ്പോഴും നമുക്ക് ലഭ്യമല്ലായിരുന്നു. എന്നാൽ അത് സംബന്ധിച്ച് നല്ലൊരു വാർത്ത നിങ്ങളോട് പറയുവാനുണ്ട്. രജിസ്ട്രേഷൻ ഇടപാടുകൾ സമ്പൂർണ്ണമായും ഈ സ്റ്റാമ്പിങ്ങിലേക്ക് മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. വിശദമായി പറയാം. 2017 മുതൽ 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള മുദ്രപത്രങ്ങൾ ഈ സ്റ്റാമ്പിങ്ങിലേക്ക് മാറിയിരുന്നെങ്കിലും ഇപ്പോഴാണ് അതിന് താഴേക്കുള്ള തുകയുടെ മുദ്രപത്രങ്ങൾ കൂടി ഈ സ്റ്റാമ്പിങ്ങിലേക്ക് മാറിയത്. ഇതോടെ രജിസ്ട്രേഷൻ മേഖലയിൽ ഈ സ്റ്റാമ്പിംഗ് ഏർപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം എന്ന നേട്ടം നമ്മുടെ കൊച്ചു കേരളം സ്വന്തമാക്കിയിരിക്കുകയാണ്. രജിസ്ട്രേഷൻ മേഖലയിലെ സേവനങ്ങൾ കൂടുതൽ സുതാര്യതയോടെയും വേഗത്തിലും പൊതുജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് ഈ സ്റ്റാമ്പിംഗ് കൊണ്ട് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തിന്റെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നാണ് രജിസ്ട്രേഷൻ ഇടപാടുകൾ. വെണ്ടർമാരുടെ തൊഴിൽ നഷ്ടം പരിഗണിച്ച് അവരുടെ വരുമാനം നിലനിർത്തിയാണ് ഈ സേവനങ്ങൾ നൽകുന്നത്. ആദ്യം വെണ്ടർമാർക്ക് പരാതിയും പരിഭവവും ഉണ്ടായിരുന്നു. ഈ സ്റ്റാമ്പിംഗ് വഴി ഇങ്ങനെ എല്ലാവർക്കും സ്വയമേ മുദ്രപത്രങ്ങൾ ഡൗൺലോഡ് ചെയ്ത് തുടങ്ങിയാൽ ഞങ്ങൾക്ക് ജോലിയില്ലാതായിത്തീരില്ല എന്ന്. എന്നാൽ സർക്കാർ അവരെ കൂടി മാനിച്ചുകൊണ്ട് അവർ വഴി മാത്രമേ നമുക്ക് ഈ സ്റ്റാമ്പിംഗ് മുദ്രപത്രങ്ങൾ വാങ്ങിക്കുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ വെണ്ടർമാർ മുഖേന പൊതുജനങ്ങൾക്ക് മുദ്രപത്രങ്ങൾ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. വെണ്ടർമാർക്ക് വെബ്സൈറ്റ് ഉപയോഗപ്പെടുത്തുന്നതിന് പ്രത്യേക ലോഗിൻ ID സംവിധാനവും ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. മുദ്രപത്രങ്ങൾ ഇലക്ട്രോണിക് രൂപത്തിൽ ലഭ്യമാകുന്നതാണ് ഈ സ്റ്റാമ്പിംഗ് എന്ന് പറയുന്നത്. മുദ്രപത്രങ്ങൾ കടലാസിൽ അച്ചടിക്കുന്നത് ഒഴിവാകുന്നതിലൂടെ പ്രതിവർഷം 60 കോടിയിൽ പരം രൂപ സർക്കാരിന് ലാഭമുണ്ടാകുമെന്നാണ് ഏകദേശ കണക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കറൻസികൾ അച്ചടിക്കുന്നത് പോലെ തന്നെ വളരെ ഗൗരവതരമായ വിധത്തിലാണ് ഈ മുദ്രപത്രങ്ങളുടെയും അച്ചടി നടക്കുന്നത്. കടലാസിൽ അച്ചടിക്കുന്ന ഓരോ മുദ്രപത്രത്തിനും വലിയ ചെലവാണ് ഉണ്ടാകുന്നത്. പ്രതിവർഷം 60 കോടിയിൽ പരം രൂപ സർക്കാരിന് ഇത്തരം പ്രിന്റിംഗ് ഒഴിവാക്കുന്നതോടുകൂടി ലാഭിക്കാമെന്നാണ് ഏകദേശ കണക്ക് പറയുന്നത്. അതോടുകൂടി മുദ്രപത്ര തട്ടിപ്പുകൾക്കും അവസാനമാകുമെന്ന് കണക്കാക്കപ്പെടുന്നു. മുദ്രപത്രങ്ങൾ തപ്പി ഓടി നടക്കുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു എന്ന് സാരം. ഏതു തുകയ്ക്കുള്ള മുദ്രപത്രവും അംഗീകൃത വെണ്ടർമാരുടെ അടുക്കിൽ നിന്ന് നിങ്ങൾക്ക് അപ്പോൾ തന്നെ തടസ്സം കൂടാതെ ലഭിക്കാനുള്ള സൗകര്യമാണ് സർക്കാർ ഇപ്പോൾ നമുക്ക് വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ട്രഷറി വകുപ്പാണ് മുദ്രപത്രങ്ങൾ അച്ചടിച്ച് വിതരണം ചെയ്യുന്നതെങ്കിലും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോക്താക്കൾ രജിസ്ട്രേഷൻ വകുപ്പാണ്. ഈ സ്റ്റാമ്പിങ്ങിലൂടെ ഏത് തരത്തിലുള്ള ഏത് മൂല്യത്തിലുള്ള മുദ്രപത്രവും ലഭ്യമാക്കാൻ കഴിയുമെന്നത് മുദ്രപത്രക്ഷാമം എന്ന പരാതിക്ക് ശാശ്വത പരിഹാരമായി മാറുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നതുപോലെ രജിസ്ട്രേഷൻ വകുപ്പ് ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി പഴയ ആധാരങ്ങളുടെ ഡിജിറ്റലൈസേഷൻ നടത്തി ആധാര പകർപ്പുകൾ ഓൺലൈനായി ലഭ്യമാക്കി തുടങ്ങിയിട്ടുണ്ട്. ആധാരം രജിസ്റ്റർ ചെയ്യാനും ലോൺ ലഭിക്കാനായി ബാങ്കിന്റെ വക്കീൽ ആവശ്യപ്പെടുന്ന ആധാരങ്ങളുടെ ഏറെ പഴക്കം ചെന്ന മുന്നാധാരങ്ങൾ തപ്പി നെട്ടോട്ടം ഓടുന്ന രീതിക്ക് ഇതോടെ അവസാനമാവുകയാണ്. ഈ സുപ്രധാന വിവരങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൂടി അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും നൽകുകയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളോട് സഹകരിക്കുക. ഏറ്റവും പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഇനി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.